വിശദമായി നോക്കാം. നമുക്ക് ഓരോ വാർത്തകളും. നമ്മൾ ആദ്യം ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഗാസയിൽ ഇസ്രായേലിന്റെ കരവ്യോമാക്രമണം തുടരുകയാണ്. ഗാസയിൽ നിന്നും 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു. പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക്. ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. ഇത് പാടില്ല, ഇത്തരത്തിലുള്ള മനുഷ്യക്കുരുതി പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി. മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം പല കുറിയായി ഇപ്പോൾ പലതരത്തിൽ വിമർശനങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുപോലും തോന്നിപ്പിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേലിന്റെ. എങ്കിൽ പോലും അതിനെ ഒന്നും വകവയ്ക്കാതെ ഈ ക്രൂരതയുമായി, ഈ മനുഷ്യക്കുരുതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ പലസ്തീന്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ആശങ്ക മുന്നിൽ നിൽക്കുകയല്ലേ? ആര്യ, വളരെ മോശമായ, അതായത് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് ഗസയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഐക്യരാഷ്ട്രസഭ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ആഫ്രിക്കയിലെ റുവാണ്ടയിൽ സമാനമായി ഒരു വംശഹത്യ നടന്ന ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ചരിത്രം പരിശോധിച്ച് അതൊക്കെ ലോകത്തെ ഒരുപാട് ഞെട്ടിപ്പിച്ച സംഭവങ്ങളൊക്കെയാണ്. അതുമായി താരതമ്യം ചെയ്താണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു നഗരത്തിൽ താമസിച്ചിരുന്ന പകുതിയോളം ആളുകൾ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. 10,000-ങ്ങൾ തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിച്ച്, തങ്ങളുടെ വീടും മറ്റും ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ്. അത്രത്തോളം വലിയ ആക്രമണമാണ് ആ നഗരം അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് കരവ്യോമ ആക്രമണം, താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം എന്ന ഭീതിയാണ്. അതിന് ആശുപത്രിയെന്നോ ദുരിതാശ്വാസ ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ മറ്റും വ്യത്യാസമില്ല. എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ ജനങ്ങളുണ്ടോ അവിടെയൊക്കെ വളരെ ആസൂത്രിതമായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവസാനത്തെ ഗസയിലെ പൗരനെ കുടി ഇറക്കും വരെയുള്ള ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ലോകരാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ചിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ തരത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ 100 കണക്കിന് ആളുകൾ, 106ഓളം പേർ ഇതിനകം കൊല്ലപ്പെട്ടു ഈ കരയാക്രമണം ആരംഭിച്ചതിന് ശേഷം എന്നുള്ളതാണ് കണക്ക്. ഒരുപക്ഷെ ഔദ്യോഗികമായ കണക്കാണ് എങ്കിൽ പോലും അനൗദ്യോഗികമായി ഇതൊക്കെ എത്രയോ ഇരട്ടി മരണങ്ങൾ സംഭവിച്ചേക്കാം. മറ്റൊരു ദുഃഖകരമായ സംഭവം, തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തേടി കൈകൊണ്ട് ഈ അവശിഷ്ടങ്ങൾ മാറ്റി, കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി തിരയുന്ന അനവധി ജനങ്ങളെ അവിടെ കാണാം എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, 3ാമത്തെ എഡിഷൻ കവചിത വാഹനങ്ങൾ മണിക്കൂറിനകം എത്തും ഗസയിലേക്ക് എന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകുന്നുണ്ട്. ഏതാണ്ട് ചൊവ്വാഴ്ച മുതൽ കുറഞ്ഞത് 20ഓളം പാർപ്പിട സമുച്ചയങ്ങൾ 100 കണക്കിന് വീടുകൾ നിൽക്കുന്ന സമുച്ചയങ്ങൾ ഇസ്രായേൽ സേന പൂർണ്ണമായും ഇടിച്ചു നിരത്തി. അതിൽ മോസ്കുകൾ എന്ന വ്യത്യാസമില്ല, ആശുപത്രികൾ എന്ന വ്യത്യാസമില്ല, എല്ലാ തരത്തിലുള്ള ആക്രമണവും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പലരും ഈ പള്ളികളിലും മറ്റും ആശ്രയം തേടിയിരുന്ന നിരവധി ജനങ്ങളുണ്ടായിരുന്നു. അവിടെ ജനവാസ മേഖലയിൽ അവിടെയും ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 40% താമസക്കാർ, 3 ലക്ഷം പേർ ഗസയുടെ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇന്നലെ രാത്രി വരെ പുറത്തു വന്നത്. അത് പക്ഷേ ഇന്ന് 50%-ന് മുകളിലായി കാണാം. കാരണം ജീവന് വേണ്ടി കേഴുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ജനങ്ങളെ മാത്രമാണ് ഇപ്പോൾ ഗസയിൽ കാണാനുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, മലയാളികളായ ഡോക്ടർമാരടക്കം ഗസയിൽ രക്ഷാപ്രവർത്തനത്തിനും ചികിത്സയ്ക്കും മറ്റുമായൊക്കെ ഉണ്ട്. അവരുമായൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ദയനീയമായ, ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും ശസ്ത്രക്രിയകളടക്കം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് അവിടെ മനുഷ്യാവകാശ പ്രവർത്തകരായ ഡോക്ടർമാർ. വിവിധ സന്നദ്ധ സംഘടനകൾ അവിടെ സേവനം നടത്തുന്നുണ്ട്. അവരൊക്കെ ഏറെ ഭയചകിതരായി, ഏറെ ദുഃഖകരമായ കാഴ്ചകൾ നേരിട്ട് കണ്ട് നമ്മളോട് വിവരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. 91 പേർ ഗസ സിറ്റിയിൽ മാത്രം കൊല്ലപ്പെട്ടു. ഈ 106 പേരിൽ കൊല്ലപ്പെട്ടതിൽ 91 പേർ ഗസ സിറ്റിയിൽ മാത്രമാണ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. ദരാജ് എന്നൊരു മേഖലയുണ്ട്, ഈ ഗസയുടെ സമീപത്തുള്ള ദരാജ് എന്ന മേഖലയുണ്ട്. അവിടെ ഏതാണ്ട് എല്ലാ പാർപ്പിട സമുച്ചയങ്ങളും ഒരു ശവപ്പറമ്പ് പോലെ ആയിരിക്കുകയാണ്. എല്ലാ പാർപ്പിട സമുച്ചയങ്ങളും പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ഇടിച്ചു നിരത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ തോതിലുള്ള തരത്തിലുള്ള
ടാങ്കുകളും കവചിത വാഹനങ്ങളും വ്യോമ സംവിധാനമൊക്കെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട്ടുപകരണങ്ങളും മറ്റും കയറ്റി തങ്ങൾക്ക് ലഭിക്കാവുന്ന സാധനങ്ങളൊക്കെ കയറ്റി വണ്ടികൾ, ഈ കഴുതകൾ വലിക്കുന്ന വണ്ടികളിലും മറ്റും നഗരം വിടാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാഴ്ചകളാണ് ആര്യ എങ്ങും നാം കാണാൻ സാധിക്കുന്നത്. ഏറെ ദയനീയമായ കാഴ്ചയാണ്. ഐക്യരാഷ്ട്രസഭയടക്കം ലോകരാജ്യങ്ങളടക്കം അപലപിച്ചിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമായി മാറുകയാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം അവർ പൂർത്തീകരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ് ആര്യ. അതെ രഞ്ജിത്ത്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഫ്രാൻസ് അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശവുമായി അവരത്തരത്തിൽ തന്നെയാണ് അംഗീകരിക്കുന്നത്. അതിനുള്ള നീക്കവുമായി മുന്നോട്ട് വരും എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഗാസയിലെ ജനങ്ങൾക്കുണ്ടായിട്ട്, പലസ്തീനിലെ ജനങ്ങൾക്കുണ്ടായിട്ട് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം തടയാൻ, ഈ അപലപനീയമായി പോയി ഇസ്രയേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നതിനപ്പുറം, പ്രതിഷേധം വാക്കുകളിലൂടെ അറിയിക്കുന്നതിനപ്പുറം ഇതിൽ ഇടപെടാനും മധ്യസ്ഥത വഹിക്കാനും ഇസ്രയേലിന് തടയിടാനും ഒന്നും മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും കഴിയില്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയുടെ നിശബ്ദ പിന്തുണ ഈ ആക്രമണത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ഖത്തറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ പോർവിമാനങ്ങൾ മടങ്ങിയ ശേഷം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതിലൊന്ന്, ഈ വിദേശത്ത് ഹമാസ് നേതാക്കൾ വിദേശ രാജ്യങ്ങളിലായാലും ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തുടർച്ചയായി ഇസ്രായേൽ നൽകുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ പൂർത്തീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഗസ ഒഴിപ്പിച്ചു കൊണ്ട് അവിടെ ഒരു ഇടനാഴി സൃഷ്ടിക്കുക, അതായത് അമേരിക്കയുടെ താല്പര്യമാണ് അവിടെ ഒരു ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് പലസ്തീനെ സ്വന്തം രാജ്യമാക്കി വിടുക എന്നുള്ളത് കൂടിയൊക്കെ ഒരു അമേരിക്കയുടെ കണക്കൂട്ടിലുള്ള ഒരു കാര്യമാണ്. അതിന് ഗസയിലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നശിപ്പിക്കുക, അവരെ ഒഴിപ്പിക്കുക, അതിനുശേഷം പലസ്തീന് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് വളരെ ദീർഘകാലമായുള്ള അമേരിക്കയുടെ ലക്ഷ്യമാണ്. അത് സാധിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ നടത്തിയിരുന്നു. അതിനുള്ള പിന്തുണ തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു പ്രതിസന്ധി. ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഈ പ്രസ്താവനകൾക്കപ്പുറം അതിൽ ഇടപെടാൻ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പുതിയൊരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2023 ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട 5 വംശഹത്യകളിൽ 4 എണ്ണവും ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതായത് ശാരീരികമായി ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, ശാരീരികമായും മാനസികമായും ഗുരുതരമായ ഉപദ്രവം വരുത്തുക, മനഃപൂർവ്വം ജനനം തടയാൻ ഉള്ള പ്രവർത്തികൾ നടത്തുക എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒരു രാജ്യമായി ഇപ്പോൾ ഇസ്രായേലിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനയൊക്കെ ആധാരമാക്കിയാണ് ഈ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം ചെന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അങ്ങനെ ഒരു തരത്തിലും ഒരു രാജ്യത്തിൻ്റെയും ഭീഷണിക്ക് വഴങ്ങാതെ, ഐക്യരാഷ്ട്രസഭയുടെ തുടർച്ചയായുള്ള മുന്നറിയിപ്പുകൾക്ക് വഴങ്ങാതെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ്. അത് തടയാൻ ലോകരാജ്യങ്ങൾക്ക് ഒന്നും സാധിക്കാത്ത ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമുക്കറിയാം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഏറ്റവും ഒടുവിലായി ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു വന്നത്. അതിനിടയിലാണ് ഖത്തറിന് നേരെയുള്ള ആക്രമണം. ഹമാസ് നേതാക്കന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറയുമ്പോഴും പക്ഷേ ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് അന്ന് നടന്നത്. അപ്പോൾ അതിന് പിന്നാലെ അറബ് രാജ്യങ്ങൾ ഉച്ചകോടി ചേർന്നതും ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അറബ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ, മധ്യസ്ഥതയും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകില്ല എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം. അറബ് രാജ്യങ്ങൾ ഈ പലസ്തീൻ വിഷയത്തിൽ അവർക്ക് ചില പരിമിതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ഒരു സംയുക്ത കരാറിൽ ഒപ്പുവെച്ച ഒരു സാഹചര്യമുണ്ട്. അതായത് ആക്രമണങ്ങൾ തടയുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. സൗദിക്കൊക്കെ ഈ ഖത്തറിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ സൗദിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഖത്തറിന് ശേഷം അവർ തുർക്കിയെ കൂടുതലായി ആക്രമിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഹമാസ് നേതാക്കൾക്ക് എവിടെയൊക്കെ സംരക്ഷണമുണ്ടോ, എവിടെയൊക്കെ ഹമാസ് നേതാക്കൾ ഉണ്ടോ ആ പ്രദേശങ്ങൾ
സ്ഥലങ്ങളൊക്കെ ആക്രമിക്കും, ആ രാജ്യങ്ങളൊക്കെ ആക്രമിക്കും എന്നുള്ള തുടർച്ചയായ മുന്നറിയിപ്പുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇനിയുള്ള ആക്രമണങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇവരുടെയൊക്കെ സൈനിക ശക്തി കൂടുതലും അമേരിക്കയുമായി ചേർന്ന് നിന്നൊക്കെയാണ്. ഇസ്രായേൽ ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന പല അറബ് രാജ്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം അപലപിക്കുന്നു. അതേസമയം ഖത്തർ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കുന്ന കാര്യത്തിലൊക്കെ പരിമിതികളുണ്ട്. നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസും മറ്റും നിൽക്കുന്ന ഒരു പ്രദേശം ഖത്തറാണ്. അപ്പോൾ ഖത്തറിനും സൗദിക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അവരുടെ അനുവാദമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുക, അവരെ പ്രതിരോധിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ലോകക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷമായ ഈ സാഹചര്യമൊക്കെയാണ് ഇസ്രായേലിന് കൂടുതൽ കരുത്ത് പകരുന്നതും മറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനകൾക്കപ്പുറം ഈ ആക്രമണങ്ങളെ തടയാൻ ഇസ്രായേൽ നമുക്കറിയാം 3 രാജ്യങ്ങളുടെ എയർബേസുകൾ കടന്നാണ് ഖത്തറിൽ കയറി ആക്രമിക്കുന്നത്. അതിനുശേഷം പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരം ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്കയുടെ ഉറപ്പുണ്ട് എന്നതിനപ്പുറം തങ്ങളുടെ രാജ്യത്തു കയറി അടിച്ച ഒരു രാജ്യത്തെ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ഖത്തറിന് പോലും സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള മൗനം തുടരുകയും മറ്റും ചെയ്യുന്നത്. അതുപോലെ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മറ്റും ഐക്യരാഷ്ട്രസഭയ്ക്ക് പരിമിതികളുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വംശഹത്യ നടത്തുമ്പോഴും ഇത് തടയാൻ ഒരു ലോകരാജ്യത്തിനും സാധിക്കാത്തതും അത്തരം സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. ആര്യ, തീർച്ചയായും വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്. തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു. ഈ വർഷത്തെ ആദ്യ ഇളവാണിത്. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തീരുമാനം. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ പലിശ നിരക്കിലുണ്ടായ ഇളവ് അത് സാധാരണക്കാരായ ജനങ്ങളെ അത് ഏത് തരത്തിൽ ഗുണപ്രദമായി ബാധിക്കുമെന്നുള്ളതാണ്? ആര്യ, 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ ഫെഡറൽ റിസർവിൽ ഇത്ര വലിയൊരു കുറവുണ്ടാകുന്നത്. 25 ബേസിക് പോയിന്റ് കുറച്ച് 4 മുതൽ 4.25% വരെയാണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ പലിശ നിരക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ പുതിയ താരിഫ് നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ, ഇതെല്ലാം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഇതിനു മുൻപ് ബൈഡൻ ഭരണകൂടം ആണ് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് കടം വർദ്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികൾക്കും ബൈഡൻ ഭരണകൂടം ആണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ കയറിയത്. അപ്പോൾ അതിനുശേഷം തൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം വീണ്ടും മുന്നോട്ട് കുതിക്കും എന്നുള്ള അവകാശവാദത്തോടെ വന്ന്, എന്നാൽ ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം കൂടുതൽ തകരാറിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അമേരിക്കയുടെ പണപ്പെരുപ്പ നിരക്ക്. അത് വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അമേരിക്ക സാധാരണയായി അവരുടെ പണപ്പെരുപ്പം അതിൻ്റെ ശതമാനം 2% നിർത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അവരുടെ പണപ്പെരുപ്പ നിരക്ക് അത് കഴിഞ്ഞ ജൂലൈ മാസം നോക്കുകയാണെങ്കിൽ 2.7% ഉയർന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2.9% ഉയർന്നു. ഇത്തരത്തിൽ അവരുടെ പണപ്പെരുപ്പ നിരക്ക് അത് വല്ലാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം പണപ്പെരുപ്പം കൂടുകയാണെങ്കിൽ ഈ പലിശ നിരക്ക് സാധാരണ വർദ്ധിച്ച നിരക്കിൽ തന്നെയായിരിക്കും ക്രമപ്പെടുത്തുക. എന്നാൽ മറ്റൊരു വലിയൊരു പ്രതിസന്ധി അമേരിക്ക നേരിടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിൽ നഷ്ടമാണ്. സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാനില്ല. തൊഴിൽ മേഖലയിലേക്കുള്ള ഹയറിംഗ് വല്ലാത്ത രീതിയിൽ കുറയുന്നു. അപ്പോൾ ഇത് കാരണമാണ് അമേരിക്ക ഈ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിലെല്ലാം വലിയ നിയന്ത്രണം ഉണ്ടായത്. ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിസ നൽകുന്നത് നിഷേധിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കടന്നത് അവിടെയുള്ള തൊഴിൽ മേഖല ശക്തിപ്പെടുത്താനായിരുന്നു. എന്നാൽ ഇതൊന്നും ഫലപ്രദമാകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അവർ കടന്നത്. തൊഴിൽ മേഖല ഇത് കാരണം കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് ഫെഡ് ചെയർമാനായിട്ടുള്ള ജെറോം പവൽ വ്യക്തമാക്കുകയും ചെയ്തത്. അമേരിക്കൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ നിലവിൽ ഇതിലിപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് വന്നിട്ടുള്ളത് ഈ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ. ഇതിൽ ഇന്ത്യൻ വിപണിയിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം. ഇന്ത്യയുടെ ഓഹരി വിപണി ഓപ്പണായതിനു ശേഷം ഇന്ത്യയിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകും, ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് സമയത്തിനകം തന്നെ അറിയാം. എന്തായാലും രൂപയുടെ കാര്യത്തിൽ കുറച്ച് രൂപയുടെ നില, ഡോളറുമായിട്ടുള്ള ഒരു വിനിമയ നിരക്കിൽ രൂപയുടെ നില കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഈ
പലിശ നിരക്ക് കുറച്ചത് കാരണം. എന്നാൽ മറ്റൊരു ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാര്യം പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ആൾക്കാരും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ഇത് പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുക. എന്തായാലും അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്താണെന്ന് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം. ആര്യ, തീർച്ചയായും. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏഷ്യാ കപ്പിന് ഇടയിലെ പാകിസ്ഥാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ വിഫലമായി. UAEക്കെതിരായ മത്സരത്തിന്റെ അവസാന നിമിഷവും ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCയുടെ ശാസന നേരിട്ടു. നിശ്ചിത സമയത്ത് പാകിസ്ഥാൻ ടീം സ്റ്റേഡിയത്തിലെത്താൻ തയ്യാറാകാത്തതിനാൽ 1 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. അച്ചടക്ക ലംഘനത്തിന് പാക് ക്രിക്കറ്റ് ബോർഡിനെതിരെ നടപടി ഉണ്ടായേക്കും. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അതിനാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പിച്ചിൽ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇനിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിൽ ഒരു നടപടി നേരിടാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കാൻ കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു നടപടി പാകിസ്ഥാൻ ടീമിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ആ മത്സരത്തിന് കൃത്യസമയത്ത് പാക് ടീം അംഗങ്ങൾ എത്താത്തത് ICCയുടെ നിയമപ്രകാരം അത് ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനത്തിന് കൃത്യമായ പിഴയും ഒപ്പം തന്നെ മറ്റ് നടപടിയും ICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹസ്തദാന വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് ICC അറിയിച്ചിരുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ആൻഡി പൈക്രോഫ്റ്റ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കണം. അതല്ല എങ്കിൽ ആ വിലക്കൽ നടപടിയിലേക്ക് പോയില്ല എങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ബഹിഷ്കരിക്കുമെന്നുള്ളൊരു ഭീഷണിയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ അവസാന നിമിഷവും ആ ഒരു നടപടി ഉണ്ടാകുമെന്ന് പാക് ക്രിക്കറ്റ് അംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ICC നിലപാട് തള്ളുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ നിയമപ്രകാരം മാച്ച് റഫറിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാനില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ട് ICC രംഗത്ത് വരികയും ചെയ്ത. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. മത്സരം 8 മണിക്കായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ 9 മണിയോടുകൂടിയാണ് ഈ മത്സരം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്ത. അത്തരത്തിൽ UAE ടീമംഗങ്ങളെല്ലാം വരികയും ചെയ്തിട്ട് പോലും തന്നെ പാക് ക്രിക്കറ്റ് അംഗങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിയമത്തിന്റെ വളരെ വലിയ ലംഘനം തന്നെയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒക്കെ ഈ ഇത്തരത്തിലുള്ള നടപടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് മത്സരം തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ബാറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് ശ്രീലങ്കൻ ടീം പണ്ട് ഒരു മത്സരത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ മറ്റ് നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒന്ന്, ഇങ്ങനെയൊരു മത്സരം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റ് നടക്കുമ്പോൾ ആ ടൂർണമെന്റിൽ ചില നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ICC മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രിക്കറ്റ് നിയമങ്ങളുണ്ട്. അതെല്ലാം തന്നെ എല്ലാ ടീമംഗങ്ങളും ഒപ്പം തന്നെ ടീമും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിച്ച് പിന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു ക്രിക്കറ്റ് കളിക്കാൻ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ പാക് ക്രിക്കറ്റ് ബോർഡ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ICCയുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുള്ള ഒരു നടപടി പാകിസ്ഥാൻ ടീമിന് മേലെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മറ്റൊരു ഇന്ത്യ പാക് മത്സരത്തിന് കൂടി ഇനി വേദിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ UAE തോൽപ്പിച്ചതിന് ശേഷം സൂപ്പർ 4-ൽ പാകിസ്ഥാൻ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുമായി അടുത്തൊരു മത്സരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഉരുത്തിരിയുകയാണ് എന്നുള്ളത് തന്നെയാണ്. ആ മത്സരത്തിൽ ഇന്ത്യ പാക് മത്സരത്തിൽ ഈ പാകിസ്ഥാന്റെ നിലപാട് എന്തായിരിക്കും? ഒപ്പം തന്നെ അതിനു മുന്നോടിയായി ICC ഇക്കാര്യത്തിൽ ടീമിനെ വിലക്കുമോ, അങ്ങനെ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. മിഥുൻ, നമുക്കറിയാം കഴിഞ്ഞ ഇന്ത്യ പാക് മത്സരത്തിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിന് പിന്നാലെയാണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. റഫറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സൂചകമായി വൈകി പിച്ചിലേക്ക് എത്തുന്ന പാകിസ്ഥാനെ കണ്ടത്. ഇപ്പോൾ അതിനെതിരെയാണ് ഇനി പാകിസ്ഥാൻ വീണ്ടും ഒരു നടപടി നേരിടേണ്ടി വന്നേക്കുക. പക്ഷേ തുടക്കത്തിൽ ഇന്നലത്തെ വാർത്താ പകൽ നമ്മൾ കണ്ടതാണ് റഫറിയെ മാറ്റും, അത്തരത്തിലൊരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് ICC എങ്ങനെയാണ് പിന്നോട്ട് പോയത്? ICC ഈ ഒരു വിഷയത്തിൽ എന്ത് വിശദീകരണമാണ് നൽകിയത്?
ആര്യ, അങ്ങനെയുള്ള സൂചനകൾ മാത്രമായിരുന്നു വന്നത്. ഒരു ഔദ്യോഗിക പ്രതികരണം അല്ലായിരുന്നു ICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ മാത്രമായിരുന്നു ഇന്നലെ വന്നത്. അതിന് പകരം മറ്റൊരു മാച്ച് റഫറിയെ, അതായത് ഈ ടൂർണമെന്റിലുടനീളം ആൻഡി പൈക്രോഫ്റ്റ് ഉണ്ടാകും, പക്ഷേ മറ്റൊരു റഫറിയെ ഇന്നലത്തെ മത്സരത്തിന് വേണ്ടി നിയമിക്കുമെന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. അത് പിന്നീട് ICC തന്നെ നിഷേധിക്കുകയും ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തതാണ്. കാരണം ആൻഡി പൈക്രോഫ്റ്റ് തന്നെ ഈ മത്സരത്തെ നിയന്ത്രിക്കും എന്നുള്ള രീതിയിൽ, ഒപ്പം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള പരാതി അതൊരു തരത്തിലും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അത് ഒരു തരത്തിലും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി, പ്രത്യേകിച്ച് നമുക്കറിയാം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ആ രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മത്സരം കൂടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് മുമ്പ് ടോസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ പരസ്പരം അവർ ഷെയ്ക്കാൻഡുകൾ ചെയ്യുന്നത് അത് ക്രിക്കറ്റ് നിയമത്തിൽ ഒരു തരത്തിലും വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ടീമംഗങ്ങളുടെയും അല്ലെങ്കിൽ താരങ്ങളുടെയും ഒക്കെ ഒരു മൈൻഡ് സെറ്റിനനുസരിച്ച് അങ്ങനെ പെരുമാറുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം, ഇത് വേണോ വേണ്ട എന്നുള്ളതാണ്. അതിലൊരു തരത്തിലും മാച്ച് റഫറിക്ക് ഒരു റോളില്ല എന്നുള്ളത് തന്നെയാണ് ICC ഇതിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ICC എത്തുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പാക് ക്രിക്കറ്റ് ബോർഡ് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ തങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ICCയുടെ തലപ്പത്തിരി ഇരിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ജയ്ഷ തന്നെയാണ്, മുൻ PCC പ്രസിഡന്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല നിലപാട് ഒരു തരത്തിലും പാകിസ്ഥാൻ അനുകൂലമായി വരില്ല എന്നുള്ളൊരു വിമർശനം ഇത്തരത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു സമവായ ശ്രമം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ പാക് ക്രിക്കറ്റ് ബോർഡിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുന്ന രീതിയിലല്ല, ഒരു മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ICC നേതൃത്വം എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ICC കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, പാക് ക്രിക്കറ്റ് ബോർഡ് മറ്റൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മത്സരത്തിൽ നിന്ന് ഇദ്ദേഹത്തെ വിലക്കണം, മറ്റൊരു മാച്ച് റഫറിയെ, അതായത് ഇദ്ദേഹത്തെ ഈ ടൂർണമെന്റിൽ മാറ്റണം നടക്കുന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതും പൂർണ്ണമായും ICC തള്ളുകയാണ് ചെയ്തത്. എന്തായാലും നിലവിൽ പാക് ക്രിക്കറ്റ് ബോർഡിന് വിനയായിരിക്കുന്നത് അവരുടെ നടപടി തന്നെയാണ്. ഇന്നലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UAE-യുമായിട്ടുള്ള മത്സരത്തിന് അവരെ വൈകി എത്തുകയും ചെയ്തത്. അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ത് നടപടിയായിരിക്കും ICC കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായും മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും ഇനി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്ത് നടപടിയാകും നേരിടേണ്ടി വരിക എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ, ധർമ്മസ്ഥല ബംഗളഗുഡയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. കുട്ടിയുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ 7ഓളം തലയോട്ടികളും അസ്ഥികളുമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞ ആഴ്ച ബംഗളഗുഡയിൽ എത്തിയപ്പോഴാണ് ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥല ബംഗളഗുഡെ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന വസ്തുക്കളും സ്ത്രീയുടെ സാരിയും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച വിറ്റൽ ഗൌഡിയുമായി മഹസർ തയ്യാറാക്കാനായി സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. തലയോട്ടിയുടെ വലുപ്പമനുസരിച്ചാണ് ലഭിച്ച അവശിഷ്ടങ്ങളിൽ ഒന്ന് കുട്ടിയുടേതാണെന്ന് സംശയിക്കുന്നത്. കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടെ 7ഓളം അസ്ഥികൾ കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞ ആഴ്ച ബംഗളഗുഡയിലെത്തിയപ്പോഴാണ് SITയെ ഞെട്ടിച്ചുകൊണ്ട് വസ്തുക്കൾ കണ്ടെത്തിയത്. ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു അസ്ഥികൂടങ്ങൾ കാണപ്പെട്ടത്. വനം വകുപ്പിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അനുമതി ലഭിച്ചതോടെയാണ് വനമേഖല കേന്ദ്രീകരിച്ച് അസ്ഥികൂടങ്ങൾ ശേഖരിക്കാനായി SIT സംഘം വീണ്ടും എത്തിയത്. ഇന്നും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിലുണ്ടാകും. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായാണ് തിരച്ചിൽ. ന്യൂസ് 18 ധർമ്മസ്ഥല. ഇനി നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ 18 പെൺകുഞ്ഞുങ്ങൾക്ക് ഇന്നലെ കാതുകുത്തായിരുന്നു. വെറും കാതുകുത്തല്ല, ഒപ്പം സ്വർണ്ണ കമ്മലും ഇട്ടവർ സുന്ദരികളായി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് കൊച്ചുമിടുക്കികൾക്ക് സ്വർണ്ണ സമ്മാനം സമിതിയിൽ എത്തിച്ചത്. പൊന്നിനേക്കാൾ തിളക്കമുള്ള കുറെ ചിരികളാണ് തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ ഇന്നലെ കണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലിരുന്ന് കാതുകുത്തുന്ന കുരുന്നുകളുടെ വീഡിയോകൾ ദിവസവും കാണാറുണ്ട്. എന്നാൽ ഇന്നലെ
ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ മടിയിലിരുത്തിയായിരുന്നു സമിതിയിലെ പെൺകുരുന്നുകൾക്ക് കാതുകുത്ത്. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം 1000 കുട്ടികൾക്ക് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കമ്മൽ സമ്മാനിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി കമ്മൽ സമ്മാനിച്ചത്. നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ തന്നെ സ്വപ്നങ്ങളും അതോടൊപ്പം വളരും. ആ സ്വപ്നങ്ങൾ വളരുന്നതോടൊപ്പമാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയ സ്വർണത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഭരണം എന്നുള്ള നിലയ്ക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തുന്നത്. ചെറിയ ചടങ്ങുകളാണ്. 28 വയസ്സാവുമ്പോൾ 28 ദിവസം ആവുമ്പോൾ ചരട് കെട്ട് നടത്തുന്നത് പോലെ കുറച്ചുകൂടെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ്. പക്ഷേ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കുടുംബങ്ങളിൽ കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്താൻ അവർക്ക് കഴിയാറില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ നാഷണൽ NGO അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് AKGSMA ഇങ്ങനൊരു സംരംഭം കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടത്തി വരുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു 1000-ഓളം കുട്ടികൾക്കാണ് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് പരിപാടി നടത്തുന്നത്. ബാലികാ മന്ദിരം, ശിശുപരിചരണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് 3.5 വയസ്സുള്ള ശിവാനിയും നന്മയും ഗ്ലോറിയും മുതൽ 8 വയസ്സുള്ള അഭികാമിയും അതിഥിയും ഉൾപ്പെടെ 18 പെൺകുരുന്നുകൾക്കാണ് കാതിൽ കമ്മലിട്ടത്. കാതു വേദനിച്ചപ്പോൾ ആയമാരുടെ തണലിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. പിന്നെ കണ്ണാടിയിൽ നോക്കുന്ന തിരക്കായിരുന്നു. കണ്ടു നിന്നവരുടെയൊക്കെയും കണ്ണും മനസ്സും നിറഞ്ഞു. ഓരോ മുഖത്തും പുതിയ കമ്മൽ കിട്ടിയതിൻ്റെ സന്തോഷം. ഓരോ കണ്ണിലും സ്വർണ്ണത്തേക്കാളേറെ തിളക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ എല്ലാം മനസ്സ് നിറച്ച ഒരു വാർത്ത അല്ലേ? ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ വീടിന്റെ മട്ടുപ്പാവിൽ കാർഷിക വിപ്ലവം തീർക്കുകയാണ് ദമ്പതികൾ. ഇടുക്കി കൊന്നത്തടി വടയാറ്റുകുന്നേൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. പാഷൻ ഫ്രൂട്ട് മുതൽ അടത്താപ്പ് വരെ നിരവധി വിളകളാണ് ഇവരുടെ ടെറസിലുള്ളത്. 4 തരം പാഷൻ ഫ്രൂട്ട് മുതൽ നിരവധി പഴവർഗ്ഗങ്ങൾ, റെഡ് ലേഡി ഇനം മുതൽ വിവിധ തരം പപ്പായകൾ, കുമ്പളവും മത്തനും പയറും പാവലും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം വിളയുന്നത് ഒരു വീടിന്റെ മട്ടുപ്പാവിലാണ്. ഇടുക്കി കൊന്നത്തടി വടയാറ്റുകുന്നേൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളാണ് ഈ കാർഷിക വിപ്ലവത്തിന് പിന്നിൽ. വിഷമില്ലാത്ത പച്ചക്കറി എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ വഴുതനയുണ്ട്, കത്തിരിക്ക, അങ്ങനെ പാഷൻ ഫ്രൂട്ടുകൾ, അതിൽ റോസാ ചെടികൾ, പിന്നെ കപ്പളം, ഇങ്ങനെ കോളിഫ്ലവറുകൾ, ബ്രോക്കോളി, നല്ല വഴുതന, ഈ വത്തലമുളക്, അങ്ങനെയുള്ള കാന്താരി, ഇതുപോലുള്ള എല്ലാ ചെടികളും നട്ടു വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. പഴയ പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ദമ്പതികൾ കൃഷിക്ക് തടമൊരുക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ ഇത്തരത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. രാസവളവും കീടനാശിനിയും ഇല്ലാതെ തികച്ചും ജൈവ കൃഷി രീതി എന്നതാണ് മറ്റൊരു പ്രത്യേകത. പരിമിതികളെ വലിയ സാധ്യതകളാക്കി മാറ്റുന്ന ശശീന്ദ്രന്റെയും സുമതിയുടെയും മട്ടുപ്പാവിലെ കൃഷിത്തോട്ടം പല വീട്ടുകാർക്കും മാതൃക കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. പുതുതലമുറയെ വായനാ ലോകത്തേക്ക് എത്തിക്കാൻ വേറിട്ട ആശയവുമായി തൃക്കരിപ്പൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല കുടുംബത്തോടൊപ്പം എത്തി പുസ്തകം എടുത്തു മടങ്ങുന്ന ശീലത്തിനാണ് ഭാരവാഹികൾ തുടക്കമിട്ടത്. മക്കളോടൊത്ത് വായനശാലയിലേക്കെന്ന ആശയത്തിന് വൻ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. വീട്ടിലെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ളവരെ വായനശാലയിൽ എത്തിക്കുവാനുള്ള ചുമതല ഇനി രക്ഷിതാക്കൾക്ക് കൂടിയാണ്. കുടുംബസമേതമെത്തി പുസ്തകമെടുത്ത് മടങ്ങുന്ന വേറിട്ട വായന സംസ്കാരത്തിനാണ് വൈക്കത്ത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഭാരവാഹികൾ തുടക്കമിട്ടിരിക്കുന്നത്. കൗമാരക്കാരിൽ വായനയൊരു ശീലമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഇവർ കരുതുന്നു. മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് അച്ഛനമ്മമാർ മക്കളുടെ കൈപിടിച്ച് നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നത് പോലെ മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് വരിക, വായനശാലയിലെ പുസ്തകങ്ങൾ പരിചയപ്പെടുക, പുസ്തകം എടുക്കുക, വായിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തക വായന നമുക്കറിയാം, അത് നമ്മുടെ കുട്ടികളെ അവരുടെ അനുഭവ സമ്പത്ത് കൂട്ടും, അവരുടെ വളർച്ചയെ സഹായിക്കും. സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ക്യാമ്പയിൻ.
സെപ്റ്റംബർ 8 മുതൽ 14 വരെയുള്ള ഈ വ്യത്യസ്തമായ പരിപാടികളിൽ ചൂരിക്കാടൻ കൃഷ്ണൻ സ്മാരക വായനശാലയും സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി വായനശാല പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ച് 15ഓളം കുടുംബങ്ങളാണ് പുസ്തകമെടുക്കാനായി എത്തിയത്. ചിലർ വായനശാലയിലേക്ക് സംഭാവനയായി പുസ്തകങ്ങളും നൽകി. എത്തിയവരെയെല്ലാം മധുരം നൽകിയാണ് സ്വീകരിച്ചത്. ചെറുകഥ, നോവൽ, ബാലസാഹിത്യകൃതികൾ തുടങ്ങി പുസ്തകങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും വായനശാല പരിധിയിൽ നിന്നുള്ള രക്ഷിതാക്കൾ മക്കളുടെ കൈപിടിച്ച് വായനയുടെ ലോകത്തേക്ക് കടന്നുവരുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. വായനശാല സെക്രട്ടറി പി രാജഗോപാലൻ, പ്രസിഡന്റ് ടി തമ്പാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനേഷ് വിത്തൻ, സന്ദീപ് പി വി എന്നിവർ കുടുംബത്തോടൊപ്പം അതിഥികളെ സ്വീകരിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കാട്ടാന ഭീതിയിലാണ് മൂന്നാർ. പടയപ്പെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും ഈ ജനവാസ മേഖലയിലേക്ക് എത്തി തമ്പടിക്കുകയാണ്. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. പിന്നെ മറ്റൊരു സംഭവം, വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഇവര് ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവര പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാട് വിട്ടിറങ്ങുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം കഴിഞ്ഞ 5 വർഷമായിട്ടും തുറന്നുകൊടുത്തില്ലെന്ന് പരാതി. കാട് മൂടിയ അവസ്ഥയിലുള്ള പകൽ വീട്ടിൽ ഇഴജന്തുക്കളാണ് ഇപ്പോൾ താമസക്കാരെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സർക്കാരിന്റെ പദ്ധതികൾ പഞ്ചായത്ത് അട്ടിമറിക്കുകയാണെന്ന് CPM ആരോപിച്ചു. പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റയ്ക്കാകുന്ന വയോജകർക്ക് വിശ്രമിക്കുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുമാണ് പകൽ വീട്. രാവിലെ പഞ്ചായത്ത് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ അവരെ പകൽ വീട്ടിലെത്തിച്ച് വൈകിട്ട് അതേ വാഹനത്തിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിക്കണം. ഭക്ഷണമുണ്ടാക്കാൻ ആളെയും നിർത്തണം. പഞ്ചായത്ത് ചെലവിൽ വാർഡന്മാരെയും നിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ചൂർണിക്കരയിലെ പകൽ വീട് 5 വർഷം കഴിഞ്ഞിട്ടും വയോജകർക്കായി തുറന്നു കൊടുക്കുന്നില്ലെന്നാണ് പരാതി. 2020 സെപ്റ്റംബർ 13 ആലുവ MLA അൻവർ സാദത്താണ് വീട് ഉദ്ഘാടനം ചെയ്തത്. കാടുമൂടി ഇഴജന്തുക്കൾ കയറി കെട്ടിടം ഉപയോഗശൂന്യമായി നശിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ഇവിടെ രാത്രിയും പകലും മനുഷ്യന് നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റാത്ത പോലെ മൂർഖമ്പാമ്പാണ് ഈ സൈഡിൽ. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ 3-4 ദിവസം മുമ്പ് ഈ തിണ്ണയിൽ മൂർഖമ്പാമ്പ് കയറി 10 വിടർത്തിയിരുന്നു. ഈ വേലിയുടെ ചുറ്റും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വേലിയുടെ ചുറ്റും പാമ്പുകളാണ് ഈ വീടിന്റെ. ഒരു മഴ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് പകൽ വീട്? ഈ 8ാം വാർഡിൽ ഇവിടെ ഒരു പകൽ വീടിന്റെ ആവശ്യമില്ല. സർക്കാർ ഭൂമിയാണിത്. സർക്കാർ ഭൂമിയിൽ ഇവിടെ ഈ പകൽ വീട് ഉണ്ടാക്കിയിട്ട് പകൽ വീട്ടിൽ കിടക്കാൻ പറ്റിയ ആൾക്കാരുമില്ല. പകൽ വീടിന്റെ ആവശ്യമില്ല. സർക്കാരിന്റെ പദ്ധതികൾ UDF ഭരിക്കുന്ന പഞ്ചായത്ത് അട്ടിമറിക്കുകയാണെന്ന് CPM ആരോപിച്ചു. പാവങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കൃത്യമായി നൽകാതെ പറ്റിക്കുകയാണ്. പകൽ വീട് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് വർഷങ്ങളായി പഞ്ചായത്ത് നൽകുന്നതെന്നും CPM അശോക ബ്രാഞ്ച് സെക്രട്ടറി KS സുനീർ പറഞ്ഞു. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ഒരു പകൽ വീടോ ഒരു ബിൽഡിങ്ങോ സർക്കാരിന്റെ ഒരു ബിൽഡിങ്ങോ പണിതിട്ട് 5 വർഷമായിട്ടും ഒന്ന് തുറന്ന് പ്രവർത്തിക്കാത്ത ഒരു പദ്ധതിയും ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കുന്നത് ഇതുപോലെയുള്ള ഭരണസമിതികളാണ്. ഇപ്പൊ ചൂർണിക്കര ഭരണസമിതി ആയാലും ചെയ്യുന്നത് സെയിം കാര്യങ്ങളാണ്.
എന്നുള്ളതാണ്. ഈ പദ്ധതി അട്ടിമറിക്കുക, പാവപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കിട്ടേണ്ട സൗകര്യങ്ങളും അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയായ ചൂർണിക്കര പഞ്ചായത്തിന്റെ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടും ലഭ്യമാകാത്ത നിരവധി കുടുംബങ്ങളാണ് ചൂർണിക്കര പഞ്ചായത്തിലുള്ളത്. അവർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ഈ പകൽ വീട് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്ന്. വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് വാർത്താ സമ്മേളനം എന്നാണ് സൂചന. രാവിലെ 10-ന് പാർട്ടി ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം. ബീഹാറിലെ വോട്ടവകാശ യാത്രയുടെ സമാപന വേദിയിലാണ് പുതിയൊരു വെളിപ്പെടുത്തലിനുള്ള പണിപ്പുരയിലാണെന്ന് രാഹുൽ പറഞ്ഞത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നേരത്തെ തന്നെ രാഹുൽ പറഞ്ഞിരുന്നതാണ് ഒരു ഹൈഡ്രജൻ ബോംബ് കയ്യിലുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം പിന്നെ ജനങ്ങളെ നോക്കാൻ കഴിയില്ല, മുഖത്ത് നോക്കാൻ കഴിയില്ല എന്നുള്ളത്. അത്തരത്തിൽ വളരെ വലിയൊരു വെളിപ്പെടുത്തലാകും ഇത്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു വെളിപ്പെടുത്തലാണ് വരാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അറിയാ, തീർച്ചയായും അത്തരത്തിലൊരു ഹൈഡ്രജൻ ബോംബ് തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അത് പൊട്ടിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് പുറത്തുവിടാൻ പോകുന്നതെന്നുള്ള സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല എന്നുള്ളത് തന്നെയാണ്. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കാം സ്വാഭാവികമായും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ വോട്ടറാധികാർ യാത്രയിൽ ബീഹാറിൽ നടന്ന യാത്രയിലാണ് ഇത് സംബന്ധിച്ചൊരു സൂചന നൽകിയത്. ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ആറ്റം ബോംബ് മാത്രമാണ്. ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് കൂടി പൊട്ടിക്കാനുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ തൻ്റെ പക്കലുണ്ട്. അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അത് വെളിപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുവേണ്ടിയായിരിക്കാം സ്വാഭാവികമായും ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 10 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം AICC ആസ്ഥാനത്ത് വെച്ച് നടക്കുക. വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു ഘട്ടത്തിൽ അജയ് റായി കോൺഗ്രസ് സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് മുന്നിൽ വന്നിരുന്നു. 6000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 1,52,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രി വിജയിച്ചു കയറുകയും ചെയ്തത്. അന്ന് തന്നെ ഈ വിഷയത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിലെ കുറവും ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ അജയ് റായി മുന്നിൽ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിലായിരിക്കുമോ ഈ ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ആകാംക്ഷയോട് കൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. നമുക്കറിയാം, നേരത്തെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയതാണ്. അതിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ പിന്നീട് ഈ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് ചോരി എന്ന ഒരു ആപ്പ് കൂടി കോൺഗ്രസ് പുറത്തിറക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ വിവരശേഖരങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ബീഹാറിലെ വോട്ടറാധികാർ യാത്രയിലും ഉടനീളം ഈ വിഷയം പ്രചരണായുധമാക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്യുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ വലിയ ഒരു ഐക്യം കണ്ട ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആര്യ, മിഥുൻ, നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ തെളിവുകളുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധി രംഗത്തേക്ക് എത്തിയതിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ ഏത് തരത്തിലാണ് ഈ ആരോപണങ്ങളെ നിഷേധിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു ആരോപണവും വെളിപ്പെടുത്തലുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം രാഷ്ട്രീയമായ പ്രസക്തിയുണ്ട്? അത് എങ്ങനെ ഈ വോട്ട് ചോരി നടന്നു എന്നുള്ളത് സാധൂകരിക്കാൻ കോൺഗ്രസിന് സാധിക്കും? ആര്യ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ നേരത്തെ പുറത്തുവിട്ടപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും കോൺഗ്രസും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പല ആരോപണവുമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതായി. റഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അന്ന് സുപ്രീം കോടതി എടുത്ത തീരുമാനം അല്ലെങ്കിൽ നടപടിയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും കോൺഗ്രസിന്റെ ആലോചനയിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു. ആ വേളയിൽ ഈ വിഷയം കൂടി ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ അതിലൊക്കെ തന്നെ എന്ത് നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ
ഇനി ഉള്ള തുടർ നീക്കങ്ങൾ അതിന് ഇത് എത്രത്തോളം ഊർജ്ജം പകരും, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വോട്ടറാധികാര യാത്ര എന്ന രീതിയിൽ തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ യാത്ര നടത്തുകയും ചെയ്ത് മഹാറാലി നടത്തുകയും ചെയ്ത് അതിൽ വോട്ടർമാർക്കിടയിൽ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിലേക്ക് പോയാലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിയമ നടപടികളിലേക്ക് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം കടന്നതിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം നേരത്തെ തേടുകയും ചെയ്യുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ബോംബ് അത് ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ അല്ലെങ്കിൽ അത്രത്തോളം വലിയ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണോ പുറത്തുവിടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. അതിനുവേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഏവരുമുള്ളത്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രാവിലെ 10 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് ACC ആസ്ഥാനത്താണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അദ്ദേഹം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതലായി എന്ത് വെളിപ്പെടുത്തലാണ് നടത്താൻ പോകുന്നത്, എന്ത് തെളിവുകളാണ് നിരത്താൻ പോകുന്നത് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ കായംകുളം നഗരത്തിലെ കന്നീസാക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കൽ വൈകും. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള തുകയ്ക്ക് ഭരണാനുമതി ലഭിക്കാൻ വൈകുന്നതാണ് കാരണം. ഒരിക്കൽ പൊളിച്ചു പുതുക്കിയെങ്കിലും ഓട്ടോ പോകുന്ന വീതിയെ പാലത്തിന് നൽകിയുള്ളൂ. ഇതാണ് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്തിച്ചത്. കായംകുളം കോടി ജംഗ്ഷനിൽ നിന്ന് പ്രതാങ്കമൂട് ജംഗ്ഷനിലേക്കുള്ള റോഡിലാണ് കന്നീസാക്കടവ് പാലമുള്ളത്. അശാസ്ത്രീയ നിർമ്മാണമാണ് അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച കന്നീസാക്കടവ് പാലത്തിന് വിനയായത്. പാലത്തിന് വീതി കുറവായതിനാൽ കാറടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോകാത്ത സ്ഥിതിയാണ്. പാലത്തിന് വീതി കൂടിയാൽ നഗരത്തിലെ തിരക്ക് കുറയും. കോടതി റോഡിൽ നിന്ന് യാത്രക്കാർക്ക് വാഹനങ്ങളിൽ നേരിട്ട് പ്രതാങ്കമൂട് ജംഗ്ഷനിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും. പാലത്തിന്റെ നിർമ്മാണത്തിനായി റവന്യൂ വിഭാഗം തയ്യാറാക്കിയ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ തുകയേക്കാൾ കൂടുതലാണ്. നിരക്ക് പുതുക്കിയത് കാരണം പുതുക്കിയ ഭരണാനുമതിക്കായി 16.32 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന് KSRTC ബസ് സ്റ്റാൻഡ് വശത്തെ 25 സെന്റ് സ്ഥലവും മറുകരയിലെ 40 സെന്റ് സ്ഥലവുമാണ് ഏറ്റെടുക്കാനുള്ളത്. ഏറ്റെടുക്കുന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാനാണ് എസ്റ്റിമേറ്റ് തുക പുതുക്കി കിട്ടാൻ സർക്കാരിലേക്ക് സമർപ്പിച്ചത്. കരിപ്പുഴ തോടിന് കുറുകെ 30 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാതയോടുകൂടിയും ബോസ്ട്രിംഗ് ആർച്ച് മാതൃകയിലാണ് പാലം വിഭാവനം ചെയ്തിരിക്കുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ NOC ലഭിച്ചിട്ടുണ്ട്. ഒരു സ്പാനിലാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. പേട്ടയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ്, ഹരിവിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗിലേക്ക് നമുക്ക് എത്താം. തിരുവനന്തപുരത്ത് പേട്ടയിലാണ് ഈ ട്രെയിൻ തട്ടിയുള്ള അപകടം ഇന്നുണ്ടായത്. 2 പേരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട് മധുര സ്വദേശികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. വിനോദ്, ഹരിവിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുലർച്ചെ 5-ന് ക്ഷേത്രനട തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിന് എത്തിയത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ പുലർച്ചെ ക്ഷേത്രനട തുറന്നപ്പോൾ അവിടെ ദർശനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്.
ശശിനാരായണൻ കൂടി ചേരുകയാണ് നമുക്കിപ്പം. ശശിനാരായണൻ, പറയൂ വിശദാംശം. ഇന്ന് പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടം ശബരിമല ദർശനം നടത്തിയത്. ഏറെ വിവാദങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നിടയിലാണ് പുലർച്ചെ അദ്ദേഹം ശബരിമല ദർശനം നടത്തിയത്. പമ്പയിൽ നിന്നും കെട്ട് നിറച്ചതിന് ശേഷം അദ്ദേഹം പിന്നീടാണ് മല ചവിട്ടി ദർശനം നടത്തിയതിനു ശേഷം മല ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയപരമായി അറിയാൻ നമുക്ക് പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുണ്ട്. ഈ വിഷയമൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബരിമല ദർശനം എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടി വരും. അരമണിക്കൂറോളം സന്നിധാനത്തുണ്ടായിരുന്നു, ദർശനം നടത്തി. എന്തായാലും അദ്ദേഹത്തിനൊപ്പം മറ്റ് സുഹൃത്തുക്കളായ ആളുകളും ഉണ്ടായിരുന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാൻ കഴിയും. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യമാണ്, വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ശബരിമല ദർശനം നടത്തിയെന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന. തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നേരിടുന്ന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത്, രാഷ്ട്രീയമായി അത്രത്തോളം ആരോപണങ്ങൾ നേരിടുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് എത്തി ദർശനം നടത്തി എന്ന തരത്തിലാണ് ഇതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം, സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ ആദ്യത്തെ ദിവസം വളരെ ആകാംക്ഷ നിറച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളും സൂചനകളും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തേണ്ടതില്ല, എല്ലാ ദിവസവും സഭയിൽ എത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നേതൃത്വത്തിന്റെ അരികിൽ നിന്ന് ലഭിച്ചു എന്നുള്ള വാർത്ത പിന്നാലെ വന്നു. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ സഭയിൽ കണ്ടില്ല. ഇപ്പോൾ ഇതാ ശബരിമലയിൽ ദർശനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെ 5:30 അദ്ദേഹം സന്നിധാനത്ത് എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ വാർത്തയിലേക്കാണ് വീണ്ടും വരുന്നത്. തലസ്ഥാനത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. പേട്ടയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, മരിച്ചത് തമിഴ്നാട് സ്വദേശികളാണല്ലേ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആര്യ, ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ഇവർ പാളം മുറിച്ചു കിടക്കുമ്പോൾ അപകടം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആത്മഹത്യാ ശ്രമമാണോ എന്ന പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ മധുര സ്വദേശികളാണ്. വിനോദ്, ഹരിവിശാലാക്ഷി എന്ന 2 പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത്. കൊല്ലം തിരുനെൽവേലി ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ഇവരെ 4 ദിവസം മുമ്പ് മധുരയിൽ വെച്ച്, മധുര സ്വദേശികളാണ്, മധുരയിൽ വെച്ച് കാണാതായി എന്നൊരു പോലീസ് പരാതി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി ഇവർ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നത്. നിലവിൽ പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. മധുരയിലുള്ള ഇവരുടെ ബന്ധുക്കളും മറ്റും അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. തമിഴ്നാട് മധുര സ്വദേശികളായ വിനോദ്, ഹരി വിശാലാക്ഷി എന്നിവരാണ് റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു എന്നാണ് കരുതുന്നത്. പേട്ടയിലാണ് ട്രെയിൻ തട്ടി ഈ അപകടം സംഭവിച്ചത്. അതേസമയം തന്നെ ആത്മഹത്യാ ശ്രമമായിരുന്നോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയായ ഫുഡ് സ്ട്രീറ്റിനെതിരെ കച്ചവടക്കാർ രംഗത്ത്. കടകളുടെ നിർമ്മാണത്തിൽ വേർതിരിവും കടകൾക്ക് സ്ഥാനം നിശ്ചയിക്കുന്നതിൽ പക്ഷഭേദവും ഉണ്ടെന്നാണ് പരാതി. ബീച്ചിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന കച്ചവടക്കാരെ ഫുഡ് സ്ട്രീറ്റിലൂടെ ഒരു ഭാഗത്ത് ക്രമീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റോഡിൽ നിന്നും 40 മീറ്റർ ദൂരം കച്ചവടങ്ങൾ ഉണ്ടാവില്ല. ഇതോടെ ബീച്ചിലെത്തുന്നവർക്ക് അലോസരങ്ങളില്ലാതെ തീരത്തോട് നടക്കാം. സ്റ്റീൽ നിർമ്മിതമായ ഉന്തുവണ്ടികളിലാണ് ഇനി കടകൾ പ്രവർത്തിക്കുക. ഓരോ ഇനം കടകൾക്കും ഓരോ രീതിയിലാണ് രൂപകൽപ്പന. നടപ്പാത, വൈദ്യുതി, കുടിവെള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ സജ്ജീകരിക്കുമ്പോൾ കച്ചവടക്കാരുടെ പേരിലുള്ള 3 ലക്ഷം രൂപയുടെ വായ്പയിലാണ് കട നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കച്ചവടക്കാരിൽ നിന്നും ഒരേ തുക ഈടാക്കുമ്പോഴും ചായക്കടക്കാർ ഒഴികെയുള്ളവർക്ക് മതിയായ സൗകര്യങ്ങളില്ലെന്നാണ് പരാതി. ഞങ്ങൾക്ക് തന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നൽകുന്ന ചായ വണ്ടിക്കുള്ള എസ്റ്റിമേറ്റാണ് തന്നത്. ഇവിടെ ചായ വണ്ടിക്കാരുണ്ട്, ഐസ്ക്രീമിൻ്റെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, പിന്നെ ശീതളപ്പാനീയം, ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ആ സൗകര്യങ്ങളില്ല. ഈ വണ്ടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 60,000 രൂപേൻ്റെ പുറത്തുള്ള വർക്ക് അത് ഈ ചായ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കത് കുറവാണത്. അതിവിടെയുള്ള പല വണ്ടികളും പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം. പക്ഷെ എല്ലാവർക്കും നൽകുന്ന ഒരേ എസ്റ്റിമേറ്റിൽ നിന്ന് ഒരു മാറ്റം വേണം. കടകളുടെ സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കുമെന്നാണ് കോർപ്പറേഷൻ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായി നറുക്കെടുപ്പ് ഒഴിവാക്കാൻ അധികൃതർ തീരുമാനമെടുത്തതായും കച്ചവടക്കാർ പറയുന്നു. ഇവരാദ്യം പറഞ്ഞത് നമ്മളോട് നറുക്കെടുപ്പിലൂടെ കച്ചവടക്കാരെ നിശ്ചയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു യോഗം വിളിച്ചിരുന്നു. ഇവർ 90 ആൾ ഇവിടുത്തെ കച്ചവടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ്
യോഗം വിളിച്ചിട്ട് അന്ന് എന്തോ അത് അലസിപ്പോയി. അങ്ങനെ പോയപ്പോൾ പിന്നെ അവർ പറഞ്ഞത് നമ്മളെല്ലാ 90 കച്ചവടക്കാരെയും വിളിച്ച് സംസാരിച്ച് നറുക്കെടുപ്പിലൂടെ നിങ്ങളെ നിശ്ചയിക്കുള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. ഇന്ന് പറയുന്നത് നറുക്കെടുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്നാണ് ഇവരിപ്പോൾ തീരുമാനിച്ച് വരുന്നത്. കാരണം നറുക്കെടുപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടനം അടുത്ത മാസമാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും യോഗം വിളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിരിക്കണം. 90 കച്ചവടക്കാരെയും വിളിച്ചിട്ട് വേണമല്ലോ ഇപ്പോൾ ഇത് സംസാരിക്കാൻ. ബീച്ചിൽ 10 വർഷത്തിലധികമായി കച്ചവടം നടത്തിവരുന്ന 90 കച്ചവടക്കാരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന തങ്ങൾക്ക് ആശ്വാസമാണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് കച്ചവടക്കാർ പറയുന്നു. എന്നാൽ അശാസ്ത്രീയമായി സ്ഥാനം നിശ്ചയിച്ചാൽ കടുത്ത പ്രതിസന്ധിയിലേക്കാവും നീങ്ങുകയെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ബേക്കൽ കടൽത്തീരം ശുചീകരിച്ച് കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ. കടൽത്തീര സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി നടന്ന ശുചീകരണ യജ്ഞത്തിൽ 1 ടൺ മാലിന്യമാണ് നീക്കം ചെയ്തത്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതികളുടെ ഭാഗമായാണ് ശുചീകരണം. കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികളാണ് ബേക്കൽ കടൽത്തീരം വൃത്തിയാക്കിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, BRDC സ്കൂൾ വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും ശുചീകരണത്തിൽ പങ്കാളികളായി. 1 ടൺ മാലിന്യം നീക്കം ചെയ്തു. ഇതിൽ 368 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ്. മെറ്റൽ, തുണി, റബ്ബർ മാലിന്യങ്ങൾ എന്നിവയാണ് മറ്റുള്ളവ. പരിപാടിയുടെ ഭാഗമായി കടൽത്തീര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പ്രതിജ്ഞയും ഇതോടൊപ്പം ചൊല്ലി. Keep my beach clean by not littering and picking up any waste I see. കടൽ തീരത്ത് ചിതറിക്കിടന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മണിക്കൂറുകളോളം എടുത്താണ് ശേഖരിച്ചത്. പിന്നീട് ഇവ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി കൈമാറി. വിദ്യാർത്ഥികൾ കടൽത്തീര ശുചീകരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മണൽ ശില്പവും ഒരുക്കി. ന്യൂസ് 18 കാസർഗോഡ്. ഇനി രാവിലെയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. എറണാകുളം ക്ലബ് റോഡിലുള്ള ആരവിന്റെ 6ാം ജന്മദിനമാണ് ഇന്ന്. അച്ഛൻ അനൂപും അമ്മ ചിപ്പിയുമാണ് ആശംസകൾ അറിയിക്കുന്നത്. അപ്പോൾ ആരവ് മോന് ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. ഇടുക്കി കട്ടപ്പന സ്വദേശി ജുവൽ മരിയ ജസ്റ്റിന്റെ 11ാം ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ജസ്റ്റിൻ അബ്രഹാമും അമ്മ അലീനയുമാണ്. അപ്പോൾ ജുവൽ മോൾക്ക് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഇനി ഞങ്ങൾ ന്യൂസ് 18ന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജ ചേച്ചി, മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ അവതാരക ശ്രീജ ശ്യാമിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളോട് ജന്മദിനമാണെന്നൊക്കെ പറയാതെ വളരെ രഹസ്യമായി ഒളിച്ചിരിക്കുകയായിരുന്നു ഡെസ്കിൽ. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ക്യാമറ നോക്കൂ. ശ്രീജയ്ക്ക് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയാം. എല്ലാവരും വാ. എത്രാമത്തെ പിറന്നാളാണെന്ന്, എത്ര വയസ്സാണെന്ന് പറയുന്നില്ല, അതിന് പ്രായം ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് പരിപാടി? എന്താണെന്നറിയോ, എന്റെ മുന്നിൽ വെച്ച് ഞാൻ അറിയാതെ സർപ്രൈസ് പ്ലാൻ ചെയ്ത ഒരു ഇച്ചിരി കടുപ്പമായി പോയി. ഈ മൈക്ക് ഞാൻ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു, എന്നിട്ട് എനിക്കിത് മനസ്സിലായില്ല. താങ്ക് യു സോ മച്ച്. ന്യൂസ് 18 ഒപ്പമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ സന്തോഷമുണ്ട്. അത്ര തന്നെ. ഇനിയിപ്പം ഇതിന്റെ ബാക്കി ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുമല്ലോ അല്ലേ. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന കേക്ക് വേണം. ശ്രീജയുടെ ആദ്യത്തെ ന്യൂസ് 18ലെ ബർത്ത്ഡേ ആണ്. അപ്പൊ കേക്ക് വേണം. അപ്പൊ എപ്പോഴാണ് കേക്ക് കട്ടിങ്? അതോടെ പറഞ്ഞോ. പാർവതി വരൂ, ഇങ്ങോട്ട് ഓണയറിലാണ്. വാ. അടുത്ത പാർവതി ശ്രീജയുടെ അടുത്ത സുഹൃത്താണ്. അപ്പം കേക്കിന്റെ കാര്യം ഞങ്ങൾ പറയാം. പാർട്ട്നേഴ്സ് ആണ്. കേക്ക് അല്ലേ? ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് കേക്ക് തന്നെ ഞങ്ങൾക്ക് തരണം, ഉറപ്പാക്കണം. വഞ്ചതിയായിപ്പോയി. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ എപ്പോഴും പ്ലാൻ ഇടുന്ന ഞാനാണ്. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സർപ്രൈസ് വന്നതിൽ ഞാൻ ഞെട്ടലിലാണ്. ആ ഞെട്ടൽ മാറുമ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, ഒരു കൂടി ഹാപ്പി ബർത്ത്ഡേ ശ്രീജ. ശ്രീജ ചേച്ചി, വെരി 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 ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം വളരെ ഗംഭീരമായി അടിച്ചു പൊളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ, രഞ്ജിത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കേക്കിൽ ഒതുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര വലിയ സർപ്രൈസ് ഒക്കെ തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കും ഇതേപോലെ തന്നെ വലിയ വലിയ സർപ്രൈസുകൾ ഗിഫ്റ്റായിട്ട് ട്രീറ്റായിട്ട് തിരികെ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
അപ്പോൾ ഇതേപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു ആളാണ് പുള്ളിക്കാരി. അപ്പോൾ ഇതുപോലെ ഹാപ്പി ഗേൾ ആയിട്ട് ഒരുപാട് വർഷം ഇങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ന്യൂസ് 18 കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ആശംസ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ അതാണ് ന്യൂസ് 18ലെ സ്പെഷ്യൽ ഡേ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ രാവിലെയുടെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇനി പോലീസ് പെട്രോൾ കാണാം.